എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, സനാതനം എന്ന പേരിൽ ആരംഭിച്ച ഈ ചാനലിൻ്റെ പേര് ഡിവൈൻ ഭാരതം എന്നാക്കി മാറ്റുകയാണ്. സനാതനം എന്ന പേരിൽ തന്നെ തെലുങ്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. മറ്റൊരു ചാനൽ ഉള്ളതുകൊണ്ടാണ് പേര് മാറ്റുന്നത്. നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും പിന്തുണയ്ക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. എന്തിനാണ് നമ്മൾ വിളക്ക് തെളിയിക്കുന്നത്? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്കറിയാം, എല്ലാ ഇന്ത്യൻ വീടുകളിലും നമ്മുടെ ദേവതാ സ്വരൂപങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ദീപം തെളിയിക്കാറുണ്ട്. ചില വീടുകളിലെങ്കിലും രാവിലെ മാത്രം പ്രാതസന്ധ്യയിലും, ചില വീടുകളിൽ വൈകിട്ട് മാത്രം സായം സന്ധ്യയിലും വിളക്ക് തെളിയിക്കാറുണ്ട്. എന്നാൽ രണ്ടു നേരവും വിളക്ക് തെളിയിക്കുന്ന ഗൃഹങ്ങളുമുണ്ട്. ചില ഗൃഹങ്ങളിൽ എപ്പോഴും കത്തി തന്നെ നിൽക്കുന്ന വിളക്കുകളുമായി നമ്മൾ ഇതിനെ സൂക്ഷിക്കാറുമുണ്ട്. അഖണ്ഡ ദീപം എന്നാണ് ഇതിനെ നമ്മൾ പറയുക. നമ്മുടെ എല്ലാ ശുഭകരമായ കർമ്മങ്ങളും ആരംഭിക്കുന്നത് നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ്. അതും ആ പരിപാടി തീരുന്നതുവരെ അണയാതെ സൂക്ഷിച്ചുകൊണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരടയാളമെന്ന് പറയാവുന്ന ഈ ദീപം തെളിയിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? ദീപം അല്ലെങ്കിൽ വെളിച്ചം അറിവിനെ അല്ലെങ്കിൽ ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇരുട്ട് അജ്ഞാനത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഈശ്വരൻ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ തത്വം അഥവാ ചൈതന്യമാണ്. ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉത്തേജനവും നമ്മുടെ ജ്ഞാനത്തെ പ്രോജ്വലിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ദീപത്തെ നമ്മൾ ഈശ്വരൻ തന്നെ എന്ന രീതിയിൽ ആരാധിക്കുന്നത്. വെളിച്ചം ഇരുട്ടിനെ തുടച്ചു നീക്കുന്നത് പോലെ ജ്ഞാനം അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നു. അതുമാത്രമല്ല, ജ്ഞാനം നമുക്ക് എല്ലാവിധ ബാഹ്യമായ നേട്ടങ്ങളും ആർജിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ഒരിക്കലും നശിക്കാത്ത എക്കാലവും നിലനിൽക്കുന്ന ആന്തരിക സമ്പത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് ദീപം തെളിയിച്ച് ജ്ഞാനം എന്ന ഏറ്റവും വലിയ സമ്പത്തിന് മുൻപിൽ നമ്മൾ എപ്പോഴും നമ്ര ശിരസ്കരായി നിൽക്കുന്നത്. അങ്ങനെ ദീപം തെളിയിക്കണമെങ്കിൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ചാൽ പോരെ? അങ്ങനെ ചോദിക്കുന്നവർ ധാരാളമുണ്ട്. കാരണം അതും അന്ധകാരത്തെ അകറ്റും, ഇല്ലേ? എന്നാൽ നമ്മുടെ പരമ്പരാഗതമായ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുകൾക്ക് കുറച്ചുകൂടി ആത്മീയമായ പ്രാധാന്യമുണ്ട്. വിളക്കിലെ എണ്ണ അല്ലെങ്കിൽ അതിലെ നെയ്യ് നമ്മുടെ വാസനാഗുണങ്ങൾ അല്ലെങ്കിൽ നിഷേധാത്മകമായ പ്രവണതകളെയും, വിളക്കിലെ തിരി നമ്മുടെ ഈഗോയെയും അഹംഭാവത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികമായ അറിവ് കൊണ്ട് അത് കൊളുത്തുമ്പോൾ നമ്മുടെ വാസനാഗുണങ്ങളും നെഗറ്റീവ് ചിന്തകളും പതിയെ പതിയെ തീർന്നു പോകുന്നു. ഒപ്പം നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവവും. വിളക്കിൻ്റെ തിരിനാളം എപ്പോഴും മേലോട്ടാണ് കത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ജ്ഞാനം ആർജിക്കേണ്ടത്. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്തുവാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. ഭവനത്തിൽ വിശേഷാവസരങ്ങളിലും പൗർണമി പോലെയുള്ള വിശേഷ ദിനങ്ങളിലുമാണ് നാം 5 തിരിയിട്ട നിലവിളക്ക് തെളിയിക്കാറുള്ളത്. ഇതിനെ ഭദ്രദീപം എന്നും ചിലർ പറയാറുണ്ട്. ഭദ്രദീപത്തിന് 5 തിരി തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. മകരം, കർക്കിടകം മാസങ്ങളിൽ 1-ാം തീയതി തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം കഴിക്കാറുണ്ട്. കൊല്ലവർഷം 919 മിഥുനം 23-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു പാപശാന്തിക്കായാണ് ഇത് തുടങ്ങിവെച്ചത്. വലിയൊരു വിളക്കിൽ 21 തിരിയിട്ടാണ് ഭദ്രദീപം തെളിയിക്കുന്നത്. നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിലാണല്ലോ നമ്മൾ വിളക്ക് തെളിയിക്കുന്നത്. 5 തിരിയിട്ട വിളക്കിൽ തിരിയിടുന്നതിനും കത്തിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ മഹാദിക്കുകളായ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ദിശകളിൽ ഇടുക. 5-ാമത്തെ തിരി കൈകൂപ്പുന്ന രീതിയിൽ തന്നെ ഈശാനകോണായ വടക്ക് കിഴക്കോട്ട് അഭിമുഖമായി ഇടുക. വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യം ഈശാനകോണിലെ തിരി തെളിയിക്കുക. പിന്നീട് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്ന ക്രമത്തിൽ കത്തിക്കാം. ഇനി ദീപത്തെ കുണ്ഡലിനിയുടെ പ്രതീകമായി കാണുന്നവരുണ്ട്. ദീപജ്യോതിസ് ഈശ്വര ജ്യോതിസാണ് എന്ന് പത്മപുരാണം പറയുന്നുണ്ട്. ആരോഗ്യം, ഐശ്വര്യം, നന്മ, ശുഭാനുഭവങ്ങൾ ഒക്കെത്തിനും വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുന്നതും മറ്റും ബുദ്ധിക്ക് തെളിച്ചവും ഉണർവും കിട്ടുവാൻ വളരെ നല്ലതാണ്. പ്രശ്നമാർഗം പറയുന്നത് വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയെ മനുഷ്യ ശരീരമായും തിരിയെ ആത്മാവും ജ്വാലയെ ആയുസ്സായിട്ടും വിളക്കിനെ വീടായിട്ടുമാണ് പ്രശ്നമാർഗം കാണുന്നത്. ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നിമീളെ പുരോഹിതം എന്ന മന്ത്രത്തോടു കൂടിയാണ്. ദീപജ്യോതി പരബ്രഹ്മ ദീപ സർവതമോഭ ദീപേന സാധ്യതൈ സർവം സന്ധ്യാദീപം നമോസ്തുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ദീപം തെളിയിക്കുവാൻ. ഇതുകൂടാതെ ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദാഹ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർ നമോസ്തുതേ
ഇങ്ങനെയും നമ്മൾ നാമം ജപിക്കാറുണ്ട് വിളക്ക് കത്തിക്കുമ്പോൾ. ഏത് ഐശ്വര്യവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന വിളക്കിൻ്റെ പ്രകാശത്തിന് അഭിവാദ്യങ്ങൾ. വിദ്വേഷ വികാരങ്ങളെ നശിപ്പിക്കുന്ന വിളക്കിൻ്റെ പ്രകാശത്തിന് അഭിവാദ്യങ്ങൾ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതുകൂടാതെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഇതും വിളക്ക് തെളിയിക്കുമ്പോൾ ചൊല്ലാവുന്നതാണ്. ഇനിയുമുണ്ട് ഇത്തരം മന്ത്രങ്ങൾ. ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അറിവുകൾ, അഭിപ്രായങ്ങൾ ദയവായി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഈ ചാനൽ എത്തിക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.